ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങളൊരു വിവോ X200 Pro വാങ്ങിക്കാൻ ഉദ്ദേശം നോക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുറേ പേരായി നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നത് തന്നെ ഇഷ്ടം പോലെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു X200 Pro എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട 5 മെയിൻ പോയിന്റ്സുകളാണ് ഞാൻ ഇത് ആക്ച്വലി വാങ്ങിക്കാനുള്ള മെയിൻ കാരണം. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഞാൻ കുറേ ഫോണുകൾ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വിൽക്കാറുണ്ട്. പക്ഷേ ഈ ഫോൺ ഞാൻ ഇപ്പോഴും കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ 5 മെയിൻ പോയിന്റ്സ് കാരണം. ഈ 5 മെയിൻ പോയിന്റ്സ് കാരണം തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും ഈ സാധനം വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാ സംഭവങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ ആ 5 പോയിന്റ്സിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ടാബിൽ പോയിന്റ്സ് എന്നുള്ള വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് 5 പോയിന്റ്സുകളാണ്. അപ്പോൾ 5 പോയിന്റ്സ് ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫോൺ മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ടാബ്. ഇത് എൻ്റെ S9 ടാബാണ് കേട്ടോ, സാംസങ്ങിൻ്റെ. അത് അതിൻ്റെ പേനാണ്. കുറേ ഇത് കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ക്യാമറ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ക്യാമറ ഒരു എന്താ പറയുക, ഒരു DSLR കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. അത് തന്നെ വേണമെങ്കിൽ പറയേണ്ട വരും ഈ സാധനത്തിന്. എന്താ വെച്ചാൽ DSLR എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ബിഗിനേഴ്സ് ആൾക്കാർക്കൊക്കെ കുറച്ച് ഇഷ്യൂസ് ആണ്. DSLR അല്ലെങ്കിൽ മിറർലെസ്, DSLR ഒക്കെ കളഞ്ഞു പോയി. ഇപ്പം മിറർലെസ് ക്യാമറാസിൻ്റെ കാലമാണ്. അപ്പം മിറർലെസ് ക്യാമറാസ് ആയിക്കോട്ടെ, അത്യാവശ്യം ഓട്ടം ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്കാണ് നോർമലി ഈ ക്യാമറാസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അല്ലാത്തവരും ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ അവരെ പറഞ്ഞതല്ല. പക്ഷേ എന്താ വെച്ചാൽ നോർമലി ഇതിനെക്കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ സംഭവങ്ങൾ പെട്ടെന്ന് എടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫോൺ. എന്താ വെച്ചാൽ ഇതിലെടുത്തിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് വെച്ചാൽ അത്രയ്ക്കും ക്വാളിറ്റി സാധനത്തിൽ. ഞാൻ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഞാൻ റീസെൻ്റ്ലി അല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ തൃശ്ശൂർ പൂരം കാണലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന് ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോസിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ആ പേജ് നോക്കാൻ മറക്കണ്ട. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ആക്ച്വലി ഇപ്പോൾ വിവോൻ്റെ ഞാൻ അത് കാര്യം പറയാം. എവിടെ അത് ക്യാമറ ഒരു രക്ഷയില്ല. ഈ ഫോട്ടോസ് നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ ഫോട്ടോ ഓഫ് ചെയ്യട്ടല്ലേ കിടന്ന്. ഇതാ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ രാത്രി എടുത്തേക്കെന്താ, സൂം ചെയ്ത് എടുത്തേക്കെന്താ, നിങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുണ്ടല്ലോ, ആ സാധനമാണ്. ഇതിൻ്റെ ഞാൻ ഫോട്ടോ അതിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കണ്ടോ നിങ്ങൾ നോക്കി. ശരിക്കും നമ്മളെന്തോ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു വാൾപേപ്പർ ആക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത പോലത്തെ ക്വാളിറ്റി കണ്ടു. അതാണ് ഈ സാധനത്തിൻ്റെ ഒരു എന്താ പറയുക, രക്ഷയില്ലാത്ത. അതിൻ്റെ കുറേ മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ട് കണ്ടു ഒക്കെ സോണി. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സാധനമുണ്ട്. പ്രത്യേകിച്ച് ടെലിഫോട്ടോ ലെൻസ്, സാംസങ്ങിൻ്റെ ടെലിഫോട്ടോ ലെൻസാണത്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ട്യൂണിങ് അവന്മാർ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയും ഈ സാധനത്തിൽ എക്സ്ട്രാ ഇമേജ് പ്രോസസ്സിങ് ചിപ്പ് വരുന്നുണ്ട്, V3 പ്ലസ് പറഞ്ഞിട്ട്. അപ്പോൾ വിവോ X200 അത് V2 ആണ്, ഇതിൽ V3 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. ഓൾമോസ്റ്റ് കുറേ പേര് നോക്കുന്നുണ്ട് X200 ആയാലും നല്ലതാണ്. X200 ആയാലും നല്ല സാധനം തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ക്യാമറ സാധനത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡ് ആണ് X200. അപ്പോൾ എൻ്റെ ഇനി കുറേ പേര് ഇപ്പോൾ മെസ്സേജ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ Xiaomi 15 സെയിലായിട്ടാണ്. ഇനി ആരും അയക്കണ്ട. കുറേ പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സെയിലായിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ ഞാൻ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ Google Pixel 9 ആണ്. ആരെങ്കിലും കണ്ടാൽ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഷോർട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ ഒരു രക്ഷയില്ല. അത് വീഡിയോയിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ കിടലൻ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. കുറച്ച് ബൂസ്റ്റഡ് ആയിട്ട് വരിക. പക്ഷേ എനിക്ക് ആക്ച്വലി ബൂസ്റ്റഡ് ഇമേജസ്, അതായത് നല്ല കളറൊക്കെ ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ റെഡി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൽ നമുക്ക് സയസ് പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ സയസിൻ്റെ കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറയിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സൂം ചെയ്തിട്ട് ക്ലിക്ക് എടുക്കുന്നതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. എന്താ പറയുക, കണ്ണിൻ്റെ ഒക്കെ ഇത് കണ്ട, ആ കണ്ണിൻ്റെ അടുത്തേക്ക് എന്താ കണ്ടാ സൂം ചെയ്തിട്ട് ചുമ്മാ ഇവിടുന്നിട്ട് സൂം ചെയ്തിട്ട് എടുത്തേക്ക് എന്താ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കേട്ടാ. പറയാണ്ടിരിക്കാൻ വയ്യ. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്താൽ മതി. പക്ഷേ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 94,000 ആണ് പ്രൈസ് വരുന്നത്. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓഫ്ലൈൻ നിങ്ങൾക്ക് ഇപ്പോൾ മിക്ക സ്ഥലത്തും സ്റ്റോക്ക് ഔട്ടാണ്, ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്യായിരിക്കും.
HDFC കാർഡിനുണ്ട് സംതിങ് കണ്ട് ഡിസ്കൗണ്ട്, ICICI കാർഡിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്, 7,000 രൂപ സംതിങ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 88,000 രൂപയ്ക്ക് സാധനം കയ്യിൽ വരും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അതാണ് നമ്മൾ ആദ്യത്തെ പറയുന്ന മെയിൻ പോയിന്റ്, നമ്മുടെ ക്യാമറ. ഇനി രണ്ടാമത്തെ പറയുന്നത് ഇതിന്റെ ബാറ്ററി ആണ്. ഓൾമോസ്റ്റ് നമുക്ക് 10 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പറയുമ്പോൾ കണ്ടു അതേ വെയിറ്റ് അതേ സൈസൊക്കെ ഉള്ളൂ. ഇതിൽ 6000 mAh നമ്മുടെ സിലിക്കോൺ കാർബൺ ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സാധനം ഇൻബിൽഡ് വരുന്നുണ്ട്. ഹൈലി റെക്കമെൻഡ് സാധനം, കിടിലൻ സാധനം, 10 മണിക്കൂർ സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനീഷ്യലി അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അവർ, അത് വേറെ കാര്യം. നമുക്ക് പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ ഐഫോണിലുള്ള സംഭവമില്ല, അതൊക്കെ അവർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കപ്പാസിറ്റി ഒക്കെ കാണാൻ പറ്റും കേട്ടോ സോഫ്റ്റ്വെയറിൽ. മൂന്നാമത്തെ നമുക്ക് പെട്ടെന്ന് പോകാം. മൂന്നാമത്തെ പെർഫോമൻസ് നമ്മുടെ 9400 ആണ് ഡയമൻസിറ്റി പ്രൊസസ്സറാണ് SoC കിടക്കുന്നത്. കിടിലൻ സാധനം, ഗെയിമിങ്ങിനായിക്കോട്ടെ ഓവറോൾ എന്താ പറയുക മൾട്ടി ടാസ്കിങ്ങിനായിക്കോട്ടെ ഹൈലി റെക്കമെൻഡ്. കിടിലൻ സാധനം. ഹീറ്റിംഗ് ഭയങ്കര കുറവാണ്. ചാർജ് ചെയ്യുമ്പോൾ മാത്രം ചില സമയത്ത്, അതും ഓവർ ഹീറ്റിംഗ് സംഭവമൊന്നുമില്ല, ചാർജ് ചെയ്യുമ്പോൾ മാത്രം ഹീറ്റിംഗ് വരുന്നുണ്ട്. അതല്ലാത്ത പക്ഷം എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ സാധനം ശ്രദ്ധിക്കേണ്ടത്, ഹീറ്റിംഗ് മെയിൻ വരാൻ കാരണം പ്രത്യേകിച്ച് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി കേസ് ഇടാൻ നോക്കുക കേട്ടോ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഹീറ്റിംഗ് എന്താ വെച്ചാൽ അതിൻ്റെ ഇത് നമ്മുടെ ഡിസിപ്പേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ സാധനം കിട്ടി കഴിഞ്ഞാൽ ഡിസിപ്പേഷൻ കുറയും, ഹീറ്റ് ഡിസിപ്പേഷൻ കുറയും. അങ്ങനത്തെ സമയത്താണ് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെക്സ് ആണ്. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് റാമും റോമും 16 GB വരുന്നുണ്ട്, 512 GB വരുന്നുണ്ട്. ഈ പ്രൈസിന് ആക്ച്വലി നമ്മുടെ ഇപ്പോൾ സാംസങ് എടുത്താലും ഐഫോൺ എടുത്താലും നമ്മുടെ ഈ പിക്സൽ എടുത്താലും ഈ പ്രൈസിന് അവന്മാർ ഇത്രയും സ്പെക്സ് ഒന്നും തരില്ല. അതിന് എക്സ്ട്രാ വേറെ ചിലപ്പോൾ 20,000 രൂപ 10,000 രൂപ കൂട്ടി കൊടുത്താലാണ് 512 GB കിട്ടുക. ആ സമയത്ത് അവർ ഓൾമോസ്റ്റ് 90,000 താഴെ നമുക്ക് ഈ സാധനത്ത് ഇത്രയും സ്പെക്സ് തരുന്നുണ്ട്. അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്യാമറ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ 512 GB മിനിമം ഇപ്പോൾ വേണം. എന്നുവെച്ചാൽ ഒരു ഫോട്ടോക്ക് അത്യാവശ്യം 7 GB 8 GB ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസും വീഡിയോ ഒക്കെ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം വേണ്ടി വരും. ഇപ്പം മിനിമം നമുക്ക് എല്ലാത്തിനും 256 GB ആണല്ലോ. 256 GB ആണ് ഇപ്പോൾ മിനിമം. അപ്പോൾ ലോക്കൽ 10,000-15,000 രൂപയുടെ ഫോണിൽ വരാൻ 128 GB വരുന്നുണ്ട്. അപ്പോൾ ആരും 60,000-70,000 കൊടുത്തിട്ട് ഇപ്പോഴും ഐഫോൺ ഇറക്കുന്നുണ്ടല്ലോ 128 GB വെച്ചിട്ട്. ഞാൻ ഐഫോൺ വിരോധമായിട്ടും നല്ലതായിട്ട് അങ്ങനെ ഐഫോൺ കൂട്ടാൻ വേണം. അവന്മാരെ ഉടായ്പ സാധനങ്ങൾ അവന്മാർ എന്നിട്ട് അത് ചിലവായി പോകുന്നില്ല. അതിൻ്റെ കൂടെ ഉടായ്പ സാധനം അവന്മാർ ഫുൾ ഉടായ്പോ. പ്രത്യേകിച്ച് ആ ടിം വന്നതിന് ശേഷം ഫുൾ ഉടായ്പിൻ്റെ പോരാ. അവന്മാർ കാശിൻ്റെ പിന്നാലെ ഫുള്ള്. ആൾക്കാർ പണ്ടൊക്കെ ആപ്പിൾ ഇങ്ങനെ ആയിരുന്നില്ല. ആപ്പിൾ ഫുൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പിന്നാലെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അവന്മാർ കാശിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം വൻ കൂറാണല്ലോ. ഇപ്പം അവന്മാരെ പുതിയ 18.5 ഞാൻ ആപ്പിൾ ഇക്കോസിസ്റ്റം ഫുൾ വിടാൻ കാരണം അതാ. ആ 18 iOS 18 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് തലയ്ക്ക് ഭ്രാന്തായ സാധനം ഉപയോഗിച്ചത്. പിന്നെ അത് ആദ്യം എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിരുന്നു, പിന്നെ അത് സെക്കൻഡറി ആക്കി, പിന്നെ അത് ഫുള്ള് കിട്ടും ഞാൻ. ഇപ്പം എൻ്റെ ഒറ്റ ആപ്പിൾ സാധനങ്ങളില്ല, എൻ്റെ ഫുൾ സാധനം ഉണ്ടായിരുന്നത് ആപ്പിളിൻ്റെ. ഇമാര് എക്സ്പ്ലോയിറ്റ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല, ഞാൻ പൊട്ടനാവാൻ. എന്ന് വെച്ചാൽ അത് നീ ഡിപ്പെൻസ് ആണെന്ന് വെച്ചാൽ ആപ്പിൾ കടിച്ച സാധനം ഉണ്ടായിട്ട് അത് ഒരു 10 വയസ്സൊക്കെ വന്നാൽ അത് ആൻഡ്രോയിഡ് ഉപയോഗിച്ചവർക്ക് അറിയാം. 10 വയസ്സിൻ്റെ എന്താ പറയുക ഇക്കോ ഫ്രണ്ട്ലി അല്ല സാധനം, യൂസർ ഫ്രണ്ട്ലി അല്ല. അത് ഇത് ആൻഡ്രോയിഡ് ഉപയോഗിച്ചവർക്ക് അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. ഫുൾ ടൈം ആപ്പിൾ ഇക്കോസിസ്റ്റം ഉപയോഗിച്ചവർക്ക് ഇത് അറിയില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് അത് ബെസ്റ്റാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പവറും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവർ കൊടുക്കുന്ന പ്രൈസിനുള്ള സാധനമൊന്നും ഇതില്ല. 70,000 രൂപയുടെ iPhone 16 അതിൻ്റെ വാല്യൂ ഫോർ മണി ഉണ്ടെന്ന് ആരൊക്കെ അവിടെ പറയാൻ പറ്റുക? അത് പറയണവരെ നമുക്ക് തലയ്ക്ക് ആളില്ലാതെ താമസത്തില്ലാത്ത ആളായിരിക്കും. 16,000 ഒരു 60,000 അല്ല 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് അവർ 70,000 രൂപയുടെ ഫോണിൽ കൊടുക്കുന്നത്. എവിടെ നിന്ന് വാല്യൂ ഫോർ മണി ഉണ്ടെന്നാണ് പറയണത്. പിന്നെ കാശ് കുറവുള്ളവർക്കൊക്കെ അത് വാങ്ങിക്കാം. കാശ് കൂടുതലുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. കാശ് കൂടുതലുള്ളവർക്ക് ഒന്നാമത് iPhone 16 ഒന്നും വാങ്ങിക്കില്ല, അവർ പ്രോവും പ്രോ മാക്സ് ഒക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ഐഫോണിന് ചപ്പറി ഫോൺ എന്നൊക്കെയാണ് പറയണത്. പ്രത്യേകിച്ച് അവരുടെ നോർമൽ എൻട്രി ലെവൽ മോഡൽസ് ഉണ്ടല്ലോ, അത് ഒരേ പറയണേ. അപ്പോൾ കുറേ ഉണ്ടല്ലോ ഇപ്പോൾ, ഭയങ്കര കളിയാക്കലാണ്. അത് വേണമെങ്കിൽ എടുക്കാം, കളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് പോയിന്റ് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കിടിലൻ ഡിസ്പ്ലേ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ, എന്താ പറയുക, അതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സും സെക്യൂരിറ്റി, സ്മാർട്ട് ഡിമ്മിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, സ്മാർട്ട് ഐ പ്രൊഡക്ഷൻ വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ. കിടിലൻ ഡിസ്പ്ലേ, മൈക്രോ കാർഡാണ്. എനിക്ക് ശരിക്കും മൈക്രോ കാർഡ് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഒരു എന്താ പറയുക പ്രീമിയം ഡിസ്പ്ലേ എന്നൊക്കെ വേണം പറയാം. എന്താ വെച്ചാൽ ഇതിൽ ഈ എന്താ പറയുക സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇൻബിൽഡായിട്ട് വരുന്ന സ്ക്രീൻ ഗാർഡുകളൊക്കെ പെട്ടെന്ന് സ്ക്രാച്ച് ആവും. എനിക്ക് തന്നെ ഇപ്പോൾ ചെറിയൊരു സ്ക്രാച്ച്, അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നോർമലി ഞാൻ അങ്ങനെ റഫ് യൂസ് ഒന്നും ഇല്ല. എല്ലാത്തിനും പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാം കേസിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവുക. ഇത് ചെറിയൊരു സ്ക്രാച്ച്, ഇത് അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റില്ല. ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അങ്ങനെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര വലിയ സ്ക്രാച്ച് ഒന്നും അല്ല. അപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല, ഏതൊരു ആംഗിളിൽ മാത്രമേ കാണുള്ളൂ. അത് വന്നിട്ടുണ്ട്. അത് ഈ ഡിഫോൾട്ടായിട്ട് വരുന്ന എല്ലാ സ്ക്രീൻ കാർഡും
വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് സ്ക്രാച്ച് ആവും. പിന്നെ ഞാനിപ്പോൾ ഇതിനൊക്കെ ഞാൻ സ്പീക്കറിൻ്റെ കേസ് എക്സ്ട്രാ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിക്സലിനൊക്കെ ഇതിനും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓഫ്ലൈൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് സാംസങ്ങിന് കേട്ടോ. ഇപ്പോൾ സാംസങ്ങിൻ്റെ ടാബ് ആയാലും ഇതിനും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ മാറ്റ് ഫിനിഷ് ഒട്ടിച്ചാണ്, ബാക്ക് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നോർമലി എല്ലാത്തിനും മിക്ക സംഭവങ്ങളും ഞാൻ അത്യാവശ്യം എന്താ പറയുക നല്ല ക്യാരി ചെയ്ത് കൊടുക്കുന്ന തന്നെ നല്ല പോലെ ഡീസൻ്റായിട്ട് കൊണ്ട് നടക്കാറ്. എന്താ പറയുക നിലത്ത് വീഴാണ്ടും പിന്നെ കയ്യിൽ നിന്ന് വീഴണത് പിന്നെ വേറെ ആവശ്യമൊന്നുമില്ല. നോർമലി അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ എക്സ്ട്രാ ഡിവൈസുകളൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്, അപ്പോൾ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഞാൻ വാങ്ങിക്കുന്നപ്പോൾ തന്നെ ഞാൻ പറയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് Xiaomi 15 ഇപ്പോൾ ഞാൻ ആഡ് ഇട്ടിട്ട് അടുത്ത ദിവസമാണ് സെല്ലായത്, സുഖമായിട്ട് സെല്ലായി പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്നുള്ളത് പിക്സറിനെ ഞാൻ അവരോട് പറഞ്ഞൊന്നുമില്ലേ. അപ്പം എന്തായാലും നമുക്ക് ഇതാണ് ആക്ച്വലി മെയിൻ പറയാൻ വന്ന കാരണം. Vivo X200 Proൻ്റെ ഈ 5 പോയിന്റ്സ് കൊണ്ടാണ് ഈ സാധനം ഇത്രയും ഡിമാൻഡായിട്ട് ഇരിക്കുന്നത് കേട്ടോ. Vivo X200 Pro അൾട്രയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്, പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ലോ, ചൈനയിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് വലിയ പ്രൈസിന് ഉള്ള ഡിഫറൻസും കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ കുറേ പേര് അതിൻ്റെ ഫോട്ടോ കമ്പാരിസനൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഫോട്ടോസിന്. വലിയ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹൈ ക്വാളിറ്റി. അതിൻ്റെ വരുന്ന ഒരു സയസിൻ്റെ ഒരു വലിയ സൂം ലെൻസ് എക്സ്ട്രാ വാങ്ങിക്കണമല്ലോ, അത് ഉള്ളപ്പോൾ കൊള്ളാം. അല്ലാത്ത പക്ഷം വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അത് ഇന്ത്യയിൽ ഇറങ്ങിയില്ല, പിന്നെ അതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ റേഞ്ചിൽ വരുന്ന സാധനമാണ് Xiaomi 15 Ultra. അത് ഫ്ലോപ്പ് ആട്ടോ, അത് വാങ്ങിക്കണ്ട. Xiaomi വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 15 നോർമൽ സീരീസ് വാങ്ങിച്ചാൽ മതി. അൾട്ര ഒരിക്കലും വാങ്ങിക്കരുത്, തനി ഫ്ലോപ്പാ സാധനം. ഭയങ്കര ഹീറ്റിങ്, ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് സാധനത്തിന്. അപ്പോൾ അത് തീരെ വാങ്ങിക്കരുത്. ഇതിനായിട്ട് വില കൂടുതലാണ്, 10,000 രൂപ കൂടുതൽ സാധനത്തിന്. ഞാനിത് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓഫ്ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഓക്സിജൻ എടുത്തിട്ടായിരുന്നു. അപ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്ന 10,000 അല്ല, അതിനായിട്ടും കൂടുതലാണെന്നുണ്ട്. ഓൾമോസ്റ്റ് 1,10,000 സംതിങ് ആണ് സാധനം. അത് പൊട്ടി നിങ്ങൾക്ക് അറിയാം, തീരെ ചിലവില്ല. ഇതിൻ്റെ കാര്യം ഓഫ്ലൈൻ കടയിൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഡിമാൻഡ് ഉണ്ട്, അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പീസുകളാണ് വരിക, അപ്പോൾ തന്നെ സെയിൽ ഔട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവോൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയും, വരെ സർവീസ് ക്വാളിറ്റി കിടലാണ് കേട്ടോ. ടോപ്പ് 1 സർവീസ് തരുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം വിവോനേട്ടാ. എന്താ വെച്ചാൽ ഇവരുടെ സർവീസ് സെൻ്റർ ആയിക്കോട്ടെ, ഇവരുടെ കുറേ പ്ലാൻസുകളൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് എന്താ പറയുക കേസ് ചില ദിവസങ്ങളുണ്ട് അവർക്ക്. അങ്ങനെ കുറേ ഇടിവെട്ട് സംഭവങ്ങളുണ്ട്. അപ്പോൾ തൃശ്ശൂർ ആയിക്കോട്ടെ, എറണാകുളത്ത് ആയിക്കോട്ടെ, കോട്ടയം, കുറേ സ്ഥലത്തുണ്ട് അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള വിവോൻ്റെ സർവീസ് സെൻ്റർ. അപ്പോൾ വിവോ അയക്കും, ഒരുമിച്ചായിരിക്കും. കിടിലാണ് പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾ ഒരു വർഷങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും. പിന്നെ അത്യാവശ്യം എന്താ പറയുക ഫ്രണ്ട്ലിയാണ് ക്യാഷ്. അത് ഡിപ്പെൻസ് ഓൺ മോഡൽ, അത് പിന്നെ പറയുന്നില്ല. പക്ഷേ സർവീസ് ക്വാളിറ്റി കിടലാണ്, അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെ. അത് വേണമെങ്കിൽ 6 പോയിന്റാക്കാൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാട്ടെ. എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സർവീസും കിടലായിരിക്കണം, നല്ല കാര്യമുള്ളൂ. പറയുമ്പോൾ ചൈനീസ് കമ്പനിയാണ്, പക്ഷേ നമുക്ക് ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടത്. നമുക്ക് ബെസ്റ്റ് നമ്മൾ ചൈനീസിനെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇതേ പ്രൈസിൽ പോയിട്ട് ആരെങ്കിലും iPhone 16 എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബോധമില്ലാണ്ടാണോ, അതല്ലാണ്ട് വേറെ ഒന്നല്ല. അവന്മാരെ സർവീസും കൊള്ളില്ല, അതിൽ വരുന്ന സ്പെക്സും കൊള്ളില്ല, അത് വേറെ കാര്യം. ഇത് 512 എടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഈ പ്രൈസ് തന്നെ ആയിരിക്കും. iPhone 16 പ്രൈസ് ആവും 512 വേരിയൻ്റ് എടുക്കണമെങ്കിൽ. 10 പൈസയ്ക്ക് പിന്നെ പോട്ടെ. ഇനി കുറേ പേര് ഐഫോൺ ഫാനുകളൊന്നും പറയുന്നില്ലേ കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.